ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു മുട്ട മുരിങ്ങാ തോരനാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അല്പം ജീരകം, അതെല്ലാം ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് അല്പം ഉപ്പിട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇടാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 5 മുട്ട നമുക്കൊന്ന് നന്നായിട്ട് ചിക്കിയെടുക്കാം. അത് നന്നായിട്ട് ചിക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി തോർത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് നന്നതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് അല്പം മൂടി വയ്ക്കുന്നതിന് മുമ്പ് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം കായപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് അല്പം തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീരി ഇട്ട് അതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമുക്കിത് കുറച്ച് നേരവും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ വളരെ സ്വാദിഷ്ടമായ മുട്ടത്തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക.